ഹലോ ഗൈസ്, സുഖല്ലേ? രാവിലെ എണിച്ചിട്ട് നേരെ പണിക്ക് പോയി. പണിയെല്ലാം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ലോഡെല്ലാം അവിടെ കയറ്റിക്കൊണ്ടും ഇറക്കിക്കൊണ്ടെല്ലാം ഉണ്ട്. അതെല്ലാം അതിന്റേതായ വഴിക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഉച്ചയാകുമ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ചൂടിന് വലിയ കുറവൊന്നുമില്ല. ചൂട് നല്ല പാങ്ങിൽ തന്നെ ഉണ്ട് കേട്ടോ. സുഹൈൽ നക്ഷത്രം വന്നിട്ടുണ്ട്. കുറേ റൂമിലേക്ക് എത്തിയിട്ട് അവർക്ക് ബിഗ് ബോസ് തന്നെ വെച്ചിട്ടുണ്ട് ഒരാള്. അതും നോക്കിക്കൊണ്ട് നല്ല ഉണക്ക ചെമ്മീൻ കറിയും നല്ല നെയ്ച്ചോറും അതും വെച്ചിട്ട് നമ്മൾ നേരെ അതിലെ പണിക്ക് പോയി. പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റൂമിലേക്ക് എത്തിയിട്ടാകുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായ പരുതല്. ചോറ് ബാറിൽ പരുതുന്നുണ്ട്. അടുക്ക വെച്ചിട്ടാ ഈ സാധനം പരുതുന്നുണ്ട്. ഇടക്കിടക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കില്ല എങ്ങനെ? ഇന്നാണെങ്കിൽ അജ്മലിന്റെ മെസ്സ്. അജ്മൽ നല്ല ബീഫ് കറി ഉണ്ടാക്കും. ബീഫ് കറിയിൽ ആള് എക്സ്പേർട്ടാ. തേങ്ങ ചെറുങ്ങനെ മുറിച്ചിട്ട് മസാല ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് നല്ല വാല ഇളക്കുന്നുണ്ട്. അവിടെ അപ്പന് ചെറുങ്ങനെ ബർഗറിൽ സെറ്റ് ആക്കുന്നുണ്ട്. വൈകുന്നേരം ചെറിയൊരു വിഷമിനായിട്ട് ചെറുങ്ങനെ ഒരു ബർഗർ തിന്നാലോ എന്നില്ല വിചാരം. അല്ല പിന്നെ തിന്നിട്ട് മതി ബാക്കിന്നാണ് ഈടില്ലവരെ പോളിസി. എങ്ങനെയുണ്ട്? ബീഫെല്ലാം ഫസ്റ്റ് തന്നെ മസാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കുന്നതാണ്. തക്കാളിയും ഉള്ളിയെല്ലാം ഇട്ടിട്ട് അതിലേക്ക് ബീഫ് ഇട്ടിട്ട് നല്ല വാല ഇളക്കുന്നുണ്ട്. കുക്കറിൽ അവിടെ അടിക്കട്ടെ. ബർഗർ തിന്നുമ്പോ ഇവർക്ക് എന്തായാലും ജ്യൂസ് വേണമല്ലോ, വല്ലാത്ത ജാതി. അങ്ങനെ ഒരു ചെറിയൊരു ജ്യൂസും നല്ല ഒരു ബർഗറും നമ്മൾ തിന്നിട്ട് നെയ്ച്ചോറിന്റെ പരിപാടി തുടങ്ങി. ഇന്ന് നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ്. നെയ്ച്ചോറിന്റെ വെള്ളം നല്ല പാനിൽ തളിച്ചിട്ട് നമുക്ക് അതിലേക്ക് റൈസ് ഇട്ടിട്ട് നല്ല പാനിൽ തിളക്കുന്നുണ്ട്. ആവിയെല്ലാം ഭയങ്കരത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു മണം ഉണ്ടല്ലോ. അതുപോലെ നല്ല ബീഫ് കറിയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ നല്ല ചൂട് ബീഫ് കറിയും നല്ല നെയ്ച്ചോറും പപ്പടമെല്ലാം കുഴച്ചിട്ട് തിന്നുമ്പോണ്ടല്ല മോനെ മജ. അൽഹംദുലില്ലാ രാവിലെ അടിച്ചിട്ട് വീണ്ടും പണിക്ക് പോയിട്ടാ. അങ്ങനെ ഞാൻ കുറച്ച് കറിയും കൊണ്ടുപോയിനി ആടുന്ന് തിന്നാച്ചിട്ട്. നല്ല പൊറോട്ടയും ആ കറിയും നമ്മൾ രണ്ടാളും ഒത്തിരി തിന്ന്. അപ്പൊ ഓക്കെ, ബൈ.